ഇന്ന് തക്കാളി ചോറിന്റെ കഥയാണ്. അതായത് ഇന്ന് വൈകുന്നേരം ഞങ്ങൾ കഴിച്ചത് തക്കാളി ചോറാണ്. വീട്ടിൽ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളും തക്കാളി ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ചോറുണ്ടോ, ചെറിയ ഉള്ളിയുണ്ടോ, തക്കാളിയുണ്ടോ, മതി. സിമ്പിളാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചേട്ടനും പപ്പയും ഹോസ്പിറ്റലാണ്. പപ്പയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലാണ്. അതാണ് ഞാനും മക്കളും മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ആദ്യം തന്നെ നമുക്ക് അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. പിന്നെ ഉഴുന്നുണ്ടെങ്കിൽ നമുക്ക് ഉഴുന്നും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വന്ന് കുറച്ചുകൂടെ ടേസ്റ്റ് ആവും തക്കാളിച്ചോറ്. എൻ്റെ കയ്യിൽ ഉഴുന്നില്ലാത്തത് കൊണ്ട് ഞാനത് ചേർത്തിട്ടില്ലായിരുന്നു. കരിയാപ്പല ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ അതും ചേർക്കാൻ നിന്നില്ല. ആവശ്യമുള്ള കരിയാപ്പിലയൊക്കെ ചേർത്തെടുക്കുമ്പോൾ അതും കുറച്ചുകൂടി ടേസ്റ്റാണ്. ഈ കടുക് വറുത്തതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി, വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴന്ന് വന്ന സമയത്ത് നമുക്കാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് എരിവിന് ആവശ്യത്തിന് വേണം ചേർക്കാനായിട്ട്. ഞാനിവിടെ ഒരെണ്ണമാണ് ചേർത്തത്. മക്കൾക്ക് എരിവ് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. അതും കൂടെ ഒന്ന് വഴറ്റി വന്ന ശേഷം നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുമ്പോഴത്തേനും തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 2 തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് വഴന്ന് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഈ തക്കാളി ചോറിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മഞ്ഞൾ പൊടി ആഡ് ചെയ്യുന്നത്. അതും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു കളറും കൂടെ കിട്ടുമ്പോൾ നമുക്ക് ബിരിയാണിയുടെ ഒരു ടൈപ്പായിരിക്കും. ഞാൻ അങ്ങനെയാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ബിരിയാണി എന്ന് പറഞ്ഞിട്ടാണ് അവർ പറ്റിച്ചാണ് ഇത് കൊടുക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടും. നമുക്ക് ചിക്കൻ്റെയൊക്കെ ഉള്ളൊരു ആ ഒരു ഇറച്ചീൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. ഇപ്പം നമുക്കിതിലേക്ക് ചിക്കനോ ബീഫോ എന്തെങ്കിലും വേവിച്ച ബീഫോ ചിക്കനോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ചിക്കനും ബീഫൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനാണെങ്കിൽ ഊറ്റി വെച്ചിരുന്ന ചോറും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. നമുക്ക് ആദ്യം നമ്മൾ കുറച്ചേ ഇടത്തുള്ളൂ. അപ്പോൾ ചോറും കൂടി ഇട്ട് കൊടുത്ത ശേഷം അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം ഞാൻ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുട്ട നേരത്തെ തന്നെ ഞാനാണെങ്കിൽ ചിക്കി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വറുത്ത് വെച്ചിട്ടിരിക്കുന്ന മുട്ടയെടുത്ത് ഈ മിക്സ് ചെയ്ത ചോറിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് തക്കാളി ചോറ് റെഡിയാണ്. ഇതിൽ വേറെ പണിയൊന്നുമില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാബേജോ ക്യാരറ്റോ ഒക്കെ ചേർത്ത് വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പച്ചയ്ക്ക് കഴിക്കാനായിട്ട് സലാഡ് പോലെ ആയിട്ടുണ്ടാവും. എൻ്റെ മക്കൾക്ക് പച്ചയ്ക്ക് ക്യാരറ്റ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ സാധാരണ ചോറ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ അവർ ഈ തക്കാളി ചോറ് കഴിക്കും. പിന്നെ ഇതിന് വേറെ പ്രത്യേകിച്ച് കറിയുടെയോ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് മാത്രം വെച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. എൻ്റെ മൂത്ത മോന് അവൻ 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സ്ഥിരം അവന് ഉച്ചയ്ക്കുള്ള ഫുഡ് ഈ തക്കാളി ചോറാണ് കൊടുത്തു വിട്ടുകൊണ്ടിരുന്നത്. കാരണം അവൻ ചോറ് അധികം കഴിക്കത്തില്ല. അവന് ഇഷ്ടമില്ല ചോറ് കഴിക്കാനും കൂട്ടാനും കറിയൊക്കെ വെച്ച് കഴിക്കാനൊക്കെ അവന് ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ ഈ തക്കാളി ചോറാണ് കൊടുത്തു വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കൊണ്ടുപോകുന്നത് അവൻ എന്തായാലും തീർത്ത് കഴിച്ചിട്ടേ കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ എനിക്കൊരു സന്തോഷമാണ്. വേറെ ഇതിലെ വെജിറ്റബിൾസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ സാധനമാണ് കേട്ടോ.